മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ പ്രഭാതവന്ദനം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പൗലോസ് ഇവിടെ ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തെസ്സലോനിക്ക വിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 1, ആരാണ് പ്രാർത്ഥിക്കേണ്ടത്. 2, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. 3, എങ്ങനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരു വിശുദ്ധനും ഇല്ല. പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ പഠിച്ചാൽ ഗലാത്യ ലേഖനം ഒഴികെയുള്ള എല്ലാ ലേഖനങ്ങളിലും പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പരാമർശനമുണ്ട്. പൗലോസ് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, താൻ യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്നതായ സഹായധനം അവിടെയുള്ള വിശുദ്ധന്മാർക്ക് പ്രസാദകരമായി തീരുവാൻ തക്കവണ്ണം തനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുവാൻ റോമിലുള്ള വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാനല്ല, പിന്നെയോ ദൈവവചനം ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവവചന കോശത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം പൗലോസ് തിരിച്ചറിഞ്ഞു. പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരു വിശുദ്ധനും ഇല്ല. ക്രിസ്ത്യൻ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആ യോർദാനിൽ കർത്താവ് സ്നാനപ്പെട്ടതിന് ശേഷം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് സ്വർഗം തുറന്നത്. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പുത്രന്റെ മേൽ വരികയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം സ്വർഗത്തു നിന്ന് കേട്ടത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. അത് അവസാനിപ്പിച്ചതും പ്രാർത്ഥനയോടുകൂടിയാണ്. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കാൽവരി ക്രൂസിൽ ആ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇപ്പോഴും കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. താൻ മുഖാന്തരമായി പിതാവിനിലേക്ക് അടുത്തു വരുന്നവർക്ക് വേണ്ടി അവിടുന്ന് സദാ പക്ഷവാദം ചെയ്യാൻ ജീവിക്കുന്നു എന്ന് നാം എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ പ്രാർത്ഥനയുടെ ഒരു ശുശ്രൂഷയായിരുന്നു. എങ്ങനെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചു. യോഹന്നാൻ 17 വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച് തനിക്ക് വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും ശിഷ്യന്മാർ മൂലം വിശ്വസിക്കുവാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയും കർത്താവ് പ്രാർത്ഥിച്ചു. പൗലോസിന്റെ പല പ്രാർത്ഥനകളും നമുക്ക് ലേഖനങ്ങളിൽ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം. ഈ ലേഖനങ്ങളിൽ പൗലോസിന്റെ വളരെ ആഴമേറിയ അർത്ഥങ്ങളുള്ള, വളരെ ആത്മീയ അപൂർത്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കാണാം. പൗലോസ് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. നമുക്കറിയാം, നാം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ മാനസാന്തരത്തിന് ശേഷം പൗലോസ് ആദ്യമായിട്ട് ചെയ്തത് ആ ദമസ്കോസിലെ നേർവീതിയും തെരുവിൽ യൂദായുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ദർശനത്തിൽ അന്യാസിനോട് പറയുന്നു, അവന്റെ അടുക്കിലേക്ക് പോവുക, അവൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പൗലോസിന്റെ ശുശ്രൂഷയും പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്.
നമുക്കറിയാം, താൻ ആ റോമൻ കാരാഗ്രഹത്തിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് പൗലോസ് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നു എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ പ്രാർത്ഥന വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിരിക്കുകയാണ്. ഈ ലേഖനത്തിന്റെ ആരംഭം തുടങ്ങുന്നത് 1-ാം വാക്യം, അഭിവാദനത്തിന് ശേഷം ആദ്യമായിട്ട് പറയുന്ന 2-ാം വാക്യത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ്. 1-2 നാം വായിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട്. തെസ്സലോനിക്ക വിശ്വാസികളോട് പൗലോസിന് ഈ ലേഖനം എഴുതുമ്പോൾ ഒന്നാമതായി പറയാൻ കഴിയുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ സ്മരിക്കുന്നു, നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളുടെ ആത്മീയ അപൂർത്തിക്ക് വേണ്ടി, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, നിങ്ങളുടെ വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസ്. മാത്രമല്ല, പൗലോസ് ഈ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് നമ്മൾ കണ്ടു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അത്രത്തോളം പ്രാധാന്യം പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാ. ഈ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആരാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. സഹോദരന്മാരെ, അഥവാ രക്ഷിക്കപ്പെട്ട് യേശു കർത്താവിന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി സാഹോദര്യ ബന്ധത്തിലേക്ക്, ക്രിസ്തുവിലുള്ള സാഹോദര്യ ബന്ധത്തിലേക്ക് വന്നവരാണ് പ്രാർത്ഥിക്കേണ്ടത്. അവർക്കാണ് പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യത. നമുക്കറിയാം, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്നായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പിതാവിന്റെ മക്കളായി ക്രിസ്തീയ ആത്മീക സഹോദരന്മാരായി തീർന്നവർക്കാണ് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത. അവരുടെ പ്രാർത്ഥനയാണ് സ്വർഗം അംഗീകരിക്കുന്നത്. പാപിയുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാൻ കഴിയത്തില്ല. കൊർന്നല്യോസ് പ്രാർത്ഥിച്ചപ്പോൾ കൊർന്നല്യോസിനോട് പറഞ്ഞു, പത്രോസിനെ വിട്ട് നീ സുവിശേഷം കേൾക്കണം, രക്ഷിക്കപ്പെടണം. യേശു കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കളായി തീർന്നവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യത, അവരുടെ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുന്നു. ഇനി ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പൗലോസിനും കൂടെയുള്ള സഹപ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് പ്രാർത്ഥനാ വിഷയം എന്ന് 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയ പോലെ വേഗം വ്യാപിച്ചു മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ദൈവത്തിന്റെ വചനം തെസ്സലോനിക്കയിൽ എത്തി, അവർ വിശ്വസിച്ചു, ദൈവമക്കളായി തീർന്നു. ഇനി അവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ തെസ്സലോനിക്കയിലെത്തി ഇതുപോലെ മറ്റു സ്ഥലങ്ങളിൽ എത്തുവാൻ അവർ പ്രാർത്ഥിക്കണം. മാത്രമല്ല, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ മധ്യത്തിലാണ് പൗലോസും കൂടെയുള്ളവരും ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് രക്ഷാകാരണമായ ദൈവവചനം അനേകർ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. മാത്രമല്ല, കർത്താവിന്റെ വേലയിലായിരിക്കും നമ്മുടെ സഹോദരന്മാര്, ദൈവദാസന്മാര്, അവരുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥന വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? അത് അപൂർത്തിപ്പെടുന്നുണ്ടോ? പ്രാർത്ഥനയിൽ നമ്മൾ മടുപ്പുള്ളവരായി തീർന്നിട്ടുണ്ടോ? പ്രാർത്ഥനയിൽ നമ്മൾ ഉദാസീനത കാണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കുറവുകളെ കണ്ട് ഉണരുവാനും ഇടപെടാതെ പ്രാർത്ഥിപ്പാനും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനും ജാഗരിച്ച് പ്രാർത്ഥിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കാരണനായ പരാപരനേയൻ മരണകാരി മഹാസുരശീർഷം, കാരണനായ പരാപരനേയൻ മരണകാരി മഹാസുരശീർഷം, തീരയുണച്ചു തകർപ്പതിനായി ധീരതയുടവനിൽ അവതരിച്ചോരു കാരുണ്യപൂര കട